ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 8ാം അധ്യായം ചർച്ച ചെയ്യുന്നത് ടെസ്റ്റ് വോട്ടിനെ കുറിച്ചാണ്. ഏതു സന്ദർഭത്തിലാണ് ടെസ്റ്റ് വോട്ട് ചെയ്യേണ്ടത് അനിവാര്യമാകുന്നത്, എങ്ങനെയാണ് ടെസ്റ്റ് വോട്ട് ചെയ്യിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒരു വോട്ടറുടെ പരാതിയിൽ നിന്നാണ് ടെസ്റ്റ് വോട്ടിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. താൻ വോട്ട് ചെയ്ത ചിഹ്നമല്ല വിവിപാറ്റ് സ്ലിപ്പിൽ വന്നത് എന്ന പരാതിയാണ് ടെസ്റ്റ് വോട്ടിന് ആധാരമായി വരുന്നത്. വോട്ടർ നടത്തുന്ന പ്രസ്താവന തെറ്റാവണമെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച്, നിയമപരമായ നടപടികളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിയിട്ടും വോട്ടർ തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് അല്ലെങ്കിൽ അവരോട് ഒരു ഡിക്ലറേഷൻ ഒപ്പുവെക്കുവാൻ പ്രിസൈഡിംഗ് ഓഫീസർ നിർബന്ധിക്കേണ്ടതുണ്ട്. ഡിക്ലറേഷൻ അണ്ടർ റൂൾ 49MA എന്ന ഡിക്ലറേഷൻ ആണ് വോട്ടറിൽ നിന്ന് ഒപ്പുവെച്ച് വാങ്ങേണ്ടത്. ഇതിന്റെ ആദ്യ ഭാഗത്ത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണുള്ളത്. ഈ ഡിക്ലറേഷനിൽ 3 കാര്യങ്ങളാണ് വോട്ടർ പ്രസ്താവിക്കേണ്ടത്. താൻ വോട്ട് ചെയ്ത ചിഹ്നത്തിനല്ല വിവിപാറ്റിലെ സ്ലിപ്പിൽ വന്നത് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഞാൻ ടെസ്റ്റ് വോട്ട് ചെയ്യുവാൻ തയ്യാറാണെന്നും ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 177 പ്രകാരവും എന്റെ പ്രസ്താവന തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടാം എന്നുമുള്ള കാര്യം എനിക്കറിയാമെന്നും ഈ ഡിക്ലറേഷനിൽ വോട്ടർ പ്രസ്താവിക്കേണ്ടതാണ്. ഈ പ്രസ്താവനയുടെ അടുത്ത ഭാഗത്ത് വോട്ടർ തന്റെ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതും പേരും ഇലക്ടറൽ റോളിലെ വിശദാംശങ്ങളും രേഖപ്പെടുത്തേണ്ടതാണ്. തുടർന്ന് ഈ ഫോറത്തിന്റെ അവസാന ഭാഗത്ത് പ്രിസൈഡിംഗ് ഓഫീസർ തീയതി എഴുതി ഒപ്പുവെക്കേണ്ടതാണ്. വോട്ടർ 49MA നിയമപ്രകാരമുള്ള ഡിക്ലറേഷൻ എഴുതി നൽകിയാൽ പ്രിസൈഡിംഗ് ഓഫീസർ 17A രജിസ്റ്ററിൽ രണ്ടാമത് ഒരു എൻട്രി കൂടി വരുത്തുവാൻ 2ാം പോളിംഗ് ഓഫീസറോട് പറയേണ്ടതും എൻട്രി വരുത്തേണ്ടതുമാണ്. 17A രജിസ്റ്ററിൽ എങ്ങനെയാണ് എൻട്രി വരുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. 2ാമത്തെ എൻട്രി വരുത്തി ഒപ്പ് വാങ്ങിച്ചതിനു ശേഷം റിമാർക്സ് കോളത്തിൽ ടെസ്റ്റ് വോട്ട് എന്നും ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നും രേഖപ്പെടുത്തിയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. 17A രജിസ്റ്ററിൽ വീണ്ടും എൻട്രി വരുത്തിയതിനു ശേഷം വോട്ടറെ പോളിംഗ് ഏജന്റും ഒത്ത് പ്രിസൈഡിംഗ് ഓഫീസർ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനകത്ത് ചെന്ന് വോട്ടറോട് വീണ്ടും വോട്ട് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുക. വോട്ടർ ഉന്നയിച്ച ആരോപണം ശരിയാണെങ്കിൽ പോളിംഗ് നിർത്തിവെച്ച് റിട്ടേണിംഗ് ഓഫീസറെ വിവരം ധരിപ്പിക്കേണ്ടതാണ്. എന്നാൽ വോട്ടറുടെ ആരോപണം തെറ്റാണെങ്കിൽ 17A രജിസ്റ്ററിൽ റിമാർക്സ് കോളത്തിൽ ടെസ്റ്റ് വോട്ട് എന്ന് എഴുതുകയും ഏതു സ്ഥാനാർത്ഥിക്കാണോ വോട്ട് രേഖപ്പെടുത്തിയത് ആ സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പറും പേരും രേഖപ്പെടുത്തുകയും തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുകയും വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ രജിസ്റ്ററിൽ വാങ്ങി സൂക്ഷിക്കേണ്ടതുമാണ്. അതിനുശേഷം ഫോം 17C-യിൽ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡിലെ ടെസ്റ്റ് വോട്ടിന്റെ ഭാഗത്ത് വേണ്ടതായ എൻട്രികൾ വരുത്തേണ്ടതുണ്ട്. പോളിംഗ് ബൂത്തിൽ ഒരു ടെസ്റ്റ് വോട്ട് ചെയ്യേണ്ട സന്ദർഭം ഉണ്ടായാൽ പ്രിസൈഡിംഗ് ഓഫീസർ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കിയിരിക്കുമല്ലോ.
ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ ഈ 8ാം അധ്യായം ക്രോഡീകരിച്ചത് ഡിസൈൻ ചെയ്തതും മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LA KPIC പാലക്കാടാണ്. മൊബൈൽ നമ്പർ 9447042602 9447042602. പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ഒരു കാര്യം ഒരൊറ്റ കാര്യം എന്ന പരിശീലന പരിപാടിയുടെ 8ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഏവർക്കും നന്ദി.